അപ്പോ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിന്റെ അകത്ത് കൺസംഷൻ ഫംഗ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, പിന്നെ എസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1 മൈനസ് ബി വൈ. അത് എന്ത് ഫംഗ്ഷനാ? ഏത് ഫംഗ്ഷൻ? സേവിങ്സ് ഫംഗ്ഷൻ ആണ്. കൺസംഷൻ ഫംഗ്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓട്ടോണോമസ് കൺസംഷൻ എ ആണെങ്കിൽ ഓട്ടോണോമസ് സേവിങ് മൈനസ് എ ആണ്. പിന്നെ ബിക്ക് വരെ ഇവിടെ 1 മൈനസ് ബി ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സെയിം ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഈ സേവിങ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഡെറിവേഷൻ ഒന്നും ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചതാണ്. എസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1 മൈനസ് ബി വൈ. അപ്പൊ ഇതാണ് നമ്മളുടെ സേവിങ് ഫംഗ്ഷൻ. ഇത്രയും. അപ്പൊ ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് പല വേരിയബിൾസ് തമ്മിലുള്ള, പല ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മാത്തമാറ്റിക്കൽ മോഡലിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ഒരു മാത്തമാറ്റിക്കൽ മോഡലിന്റെ കമ്പോണൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മാത്തമാറ്റിക്കൽ മോഡലിന്റെ കമ്പോണൻസ്. വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ്സ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, ഐഡന്റിറ്റീസ് ഉണ്ട്, എക്സ്പോണൻസ്, ലോഗരിതംസ്. ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ മോഡലിന്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതില് ഐഡന്റിറ്റി നിങ്ങളുടെ ബുക്കിൽ ഇല്ല, പക്ഷെ നമ്മൾ അത് പഠിക്കും, കാരണം ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആണ്. മാത്തമാറ്റിക്കൽ മോഡലിന്റെ മേജർ കമ്പോണൻസ് ആണ് ഇതെല്ലാം. വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, പാരാമീറ്റേഴ്സ്, ഇക്വേഷൻസ്, ഐഡന്റിറ്റീസ്, എക്സ്പോണൻസ് ആൻഡ് ലോഗരിതംസ്. ഇതെല്ലാം ഓരോന്നും എന്താണെന്നും ഇതിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും. ഇതിലിപ്പം വേരിയബിൾസും കോൺസ്റ്റന്റ്സും പാരാമീറ്റേഴ്സും നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻസും പല ടൈപ്സും പഠിച്ചു വെച്ചാൽ മതി. മാക്സിമം 5 മാർക്കിന് എഴുതാനുള്ളത് ഈ സ്ലൈഡിലുണ്ട്, ഓരോരോ സ്ലൈഡിലും ഉണ്ട്. അപ്പൊ 5 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനുള്ളത് ഇതിൽ നിന്ന് പഠിക്കാം. ഓക്കെ, പോവാം അപ്പം അടുത്തതിലേക്ക്. ഓക്കെ, ആദ്യത്തേത് വേരിയബിൾസ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ വേരിയബിള്? ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പോണന്റിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ആ പേരിൽ തന്നെ, വേരിയബിൾ എന്നുള്ള പേരിൽ തന്നെ എപ്പോഴും വേരി ചെയ്യുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സംതിങ് whose magnitude can change, that is something that can take on different values. പല പല വാല്യൂസ് ഓരോ സിറ്റുവേഷനിൽ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരേ സിറ്റുവേഷനിൽ തന്നെ പല പല വാല്യൂസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി എക്കണോമിക്സിലുള്ള വേരിയബിൾസ് ആണ് പ്രോഫിറ്റ്, പ്രൈസ്, റവന്യൂ, കോസ്റ്റ്, നാഷണൽ ഇൻകം, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എക്സെട്ര. ഇതെല്ലാം വേരിയബിൾസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോ വേരിയബിളിനെ നമ്മൾ പല സിംബൽസും അതുപോലെ ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എക്കണോമിക്സിൽ നമ്മൾ പ്രൈസ് എന്ന വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംബൽ ആണ് പി. അതുപോലെ പ്രോഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പൈ എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. റവന്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ ആർ യൂസ് ചെയ്യും. കോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി ഉപയോഗിച്ചാണ്. അതുപോലെ നാഷണൽ ഇൻകത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ വൈ ഉപയോഗിച്ചാണ്. അപ്പൊ ഓരോ വേരിയബിളിനെയും എക്കണോമിക്സിൽ നമ്മൾ പല ലെറ്റേഴ്സോ അല്ലെങ്കിൽ പല ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വേരിയബിൾസിന് നമ്മൾ എക്കണോമിക്സിലുള്ള ഓരോ വേരിയബിൾസിനെയും പല പല വാല്യൂസ്, പല പല നൊട്ടേഷൻസ് ഉപയോഗിച്ച്, ഒരു മിനിറ്റ്, പല പല നൊട്ടേഷൻസ് ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സ്ലൈഡ് ക്ലിയർ ആണോ? നിങ്ങൾ ഫുൾ എഴുതി എടുക്കണ്ട കേട്ടോ, ജസ്റ്റ് എന്താണ് വേരിയബിൾ, അതിന് എക്സാമ്പിൾസും അതിന്റെ നൊട്ടേഷൻസും മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഫാൻ വന്നിട്ടോ. ഓക്കെ, അടുത്തത് വേരിയബിൾസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. ഇത് നമുക്ക് ഈ ഒരു പേപ്പറിൽ മാത്രമല്ല, ഇനി എക്കണോമെട്രിക്സിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഡിപെൻഡന്റ് വേരിയബിളും അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിളും. അപ്പോ ആദ്യം ഞാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താന്ന് പറയാം. ഇൻഡിപെൻഡന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഇൻഡിപെൻഡന്റ് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന്
പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഓരോരോ വാല്യൂസ് എടുക്കുന്നവരെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതേസമയം ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് അനുസരിച്ച് അതിനനുസൃതമായിട്ട് ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾസ്. അതായത് ഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ആശ്രയിച്ച് നിൽക്കുന്നവർ. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, അതായത് അതിന്റെ വാല്യൂ അതിന് ഇഷ്ടമുള്ള അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതേസമയം ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ c ഈക്വൽ ടു a പ്ലസ് by എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷനിൽ ഏതാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ? y. ഇൻകം ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതേസമയം ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയബിൾ ആണ് നമ്മളുടെ c അല്ലെങ്കിൽ കൺസംഷൻ. അതുകൊണ്ട് കൺസംഷനെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ എഴുതിയിട്ട് സിയുടെ താഴേക്ക് ഒരു ആരോ വരയ്ക്കുക, ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് എഴുതി വെക്കുക dv, വൈയുടെ താഴേക്ക് ആരോ വരച്ചിട്ട് iv, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് എഴുതി വെക്കുക. സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ് ആക്സിസിലും ഡിപെൻഡന്റ് വേരിയബിളിനെ വൈ ആക്സിസിലും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതും കൂടെ എഴുതി വെക്കുക. ഒരൊറ്റ കേസിൽ ഒഴിച്ച്, ആ കേസ് നമുക്ക് പിന്നീട് പഠിക്കാം, അത് ബേസിക് എക്കണോമിക്സ് ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ് ആക്സിസിലും ഡിപെൻഡന്റ് വേരിയബിളിനെ വൈ ആക്സിസിലും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത്ര എഴുതി വെച്ചോ? അടുത്തേക്ക് പോവാം. ഇനി വേരിയബിൾസിനെ വീണ്ടും എക്കണോമിക് മോഡൽസിനകത്തുള്ള വേരിയബിൾസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ മാത്തമാറ്റിക്കൽ മോഡലിലെ ആദ്യത്തെ കമ്പോണന്റ് ആയ വേരിയബിൾസിനെ കുറിച്ചാണ്. അപ്പൊ വേരിയബിൾസിനെ കുറിച്ച് 2 മാർക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം ജസ്റ്റ് ഹെഡിങ്സ് മാത്രം എഴുതിയാൽ മതി. 5 മാർക്ക് ചോദിച്ചാൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പൊ വേരിയബിൾസ്, എക്കണോമിക് മോഡൽസിനകത്തുള്ള വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എൻഡോജനസ് വേരിയബിൾസ്, അതുപോലെ എക്സോജനസ് വേരിയബിൾസ്. എൻഡോജനസും എക്സോജനസും. എന്താ എൻഡോജനസും എക്സോജനസും ആർക്കെങ്കിലും അറിയാവോ? എൻഡോജനസ്, എക്സോജനസ് വേരിയബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ എക്സോജനസ് വേരിയബിൾ? ഒരു എക്കണോമിക് മോഡലിൽ അതിനെ സ്വാധീനിക്കുന്നത് അങ്ങനെ എന്തോ. ഓക്കെ, കുറച്ച് കറക്റ്റ് ആണ്, ഏകദേശം കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം എൻഡോജനസ് വേരിയബിൾ, എൻഡോ എന്ന് വെച്ചാൽ ഇൻസൈഡ് അല്ലെങ്കിൽ വിത്തിൻ. ഒരു മോഡൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മോഡലിന്റെ അകത്ത് തന്നെയുള്ള ഫാക്ടേഴ്സിനെ, അതിന്റെ അകത്ത് തന്നെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എൻഡോജനസ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ മോഡലിനകത്ത് ഉള്ള ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ എൻഡോജനസ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അതേസമയം എക്സോജനസ്, എക്സോ മീൻസ് സംതിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ആ ഒരു മോഡലിന് പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ എക്സോജനസ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. എക്കണോമിക്സിൽ നമ്മൾ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് നമ്മളുടെ പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാ? മാർക്കറ്റിൽ എങ്ങനെയാ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് മാർക്കറ്റിൽ എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതിന്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് നമ്മൾ. ഒറ്റ മിനിറ്റ്. ഹലോ മുംതാസ്, നെറ്റ് തീർന്നോ? ഹലോ, ഓക്കെ, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാവോ? ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാവോ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോ എൻഡോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, നമ്മളുടെ പ്രൈസ്, മാർക്കറ്റിലെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിമാൻഡും സപ്ലൈ ആണ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ മാർക്കറ്റിലുള്ള ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും സപ്ലൈയും ആണ്. അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്നത്
ആ പെർട്ടിക്കുലർ മോഡലിന്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ എൻഡോജനസ് വേരിയബിൾസ് അല്ലെങ്കിൽ പ്രൈസിനെ നമ്മൾ ഒരു എൻഡോജനസ് വേരിയബിൾ എന്ന് വിളിക്കും. ഇനി എക്സോജനസ് വേരിയബിളിന് എക്സാമ്പിൾ ആണ് മണി സപ്ലൈ. നമ്മളുടെ ഇക്കോണമിയിൽ മണി സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാ? മണി സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാ? ഗവൺമെന്റ് ആണോ റിസർവ് ബാങ്ക് ആണോ? RBI, റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ സെൻട്രൽ ബാങ്ക് ആണ് അവിടുത്തെ മണി സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോ മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയിലെ മണി സപ്ലൈ ഒരിക്കലും ആ ഒരു സിസ്റ്റത്തിനകത്തല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്, പുറത്തുള്ള ഒരു പ്ലെയർ ആയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് എത്ര മണി സപ്ലൈ വേണമെന്ന് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് മണി സപ്ലൈ എക്കണോമിക്സിൽ ഒരു എക്സോജനസ് വേരിയബിൾ ആണ്. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് എൻഡോജനസ് എന്ന് തോന്നുന്ന ഒരു വേരിയബിള് വേറൊരു സിറ്റുവേഷനിൽ എക്സോജനസ് ആവാം. അതുപോലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എക്സോജനസ് എന്ന് തോന്നുന്ന വേരിയബിള് മറ്റൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എൻഡോജനസ് ആയിട്ട് മാറാം. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും സാധ്യത ഉണ്ട്. ഓക്കെ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എൻഡോജനസ് വേരിയബിൾ എന്ന് പറയുന്നത് ശരിക്കും റിയാലിറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലൈക്ക് അത് വളരെ റെയർ ആണ്. റിയൽ സിറ്റുവേഷനിൽ എൻഡോജനസ് വേരിയബിൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന വേരിയബിൾസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. എപ്പോഴും പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ്, എക്സോജനസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് പല കാര്യങ്ങളിലും വരാറുണ്ട് ഒരു ഇക്കണോമിക് സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അടുത്ത സ്ലൈഡിലുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, എൻഡോജനസ് വേരിയബിളിന്റെയും എക്സോജനസ് വേരിയബിളിന്റെയും ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Endogenous variables have values that are determined by other variables within the system. ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ള ഫാക്ടേഴ്സ് ഒരു വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എൻഡോജനസ് വേരിയബിൾ എന്ന് വിളിക്കും. പ്രൈസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡൽ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എക്സോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആർ ദോസ് ഒറിജിനേറ്റിംഗ് ഔട്ട്സൈഡ് ദി സിസ്റ്റം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിന് പുറത്ത് ഉള്ള വേരിയബിളിനെയാണ് നമ്മൾ എക്സോജനസ് എന്ന് വിളിക്കുന്നത്. മണി സപ്ലൈ, ഇക്കോണമിയിൽ മണി സപ്ലൈ ഒരു എക്സോജനസ് വേരിയബിൾ ആണ്. മണി സപ്ലൈ ഒരു എക്സോജനസ് വേരിയബിൾ ആണ്. കിട്ടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിയേ. ആ ബോക്സിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാവോ? ഒന്ന് വായിച്ചു നോക്കിയേ എക്സാമ്പിൾ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൽ നമ്മൾ വൈറ്റ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഈ വൈറ്റ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് ഷുഗർ എന്തിനെയൊക്കെ ആശ്രയിച്ചായിരിക്കുന്നത്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തുള്ള വെതർ, അവിടെ എന്തൊക്കെ പെസ്റ്റ് ഉണ്ട്, പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ അവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിന്റെ പ്രൈസ്, ഇതിനെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ലൈക്ക് വൈറ്റ് ഷുഗറിന്റെ പ്രൊഡക്ഷൻ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു സിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങളെ മാത്രമാണ് വൈറ്റ് ഷുഗറിന്റെ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിന്റെ അകത്ത് നമ്മൾ എൻഡോജനസ് ആയ വൈറ്റ് ഷുഗർ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ മാത്രം ഒന്ന് എടുത്തു നോക്കിയേ. എന്തിനൊക്കെ അത് ആശ്രയിക്കുന്നത്? വെതറിനെ ആശ്രയിക്കുന്നുണ്ട്, പെസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഫ്യൂവലിനെ ആശ്രയിക്കുന്നുണ്ട്. അതേസമയം ഈ പെസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതാത് സമയത്തുള്ള ക്ലൈമറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓരോരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഭവം, അതായത് നമ്മളുടെ ഈ വൈറ്റ് ഷുഗർ പ്രൊഡക്ഷൻ എന്തിനൊക്കെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതൊന്നും കംപ്ലീറ്റ്ലി എൻഡോജനസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അതെല്ലാം എക്സോജനസ് ആയിട്ട്, അതായത് ആ സിസ്റ്റത്തിന് പുറത്തുള്ള എന്തെങ്കിലും, ഇപ്പൊ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു സിസ്റ്റത്തിനകത്തുള്ള ഒരു ഫാക്ടർ ആയിട്ട് അങ്ങ് ബാധിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അത് ആ സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള പല ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എൻഡോജനസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ മാത്രം, അതായത് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് തന്നെയുള്ള വേരിയബിൾസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൾട്ട് ആണ്. മിക്ക ഫാക്ടേഴ്സും എക്സോജനസ് ഇൻഫ്ലുവൻസ് ഉള്ളവയാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഇത് പാർഷ്യലി എൻഡോജനസ്, പാർഷ്യലി എക്സോജനസ് ഒക്കെ ആവാം. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ആ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണ് എൻഡോജനസ്, എന്താണ് എക്സോജനസ്, അതിന് രണ്ടിനും നമ്മളുടെ എക്കണോമിക്സിൽ നിന്ന് ഒരു എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കത്തില്ല.
വായിച്ചോ? വായിച്ചോ? അടുത്തേക്ക് പോവാവോ? എല്ലാരും വായിച്ചു കഴിഞ്ഞോ? അൽക്ക, മുംതാസ് വന്നോ? മുംതാസിനെ കാണാവോ? ഓക്കെ 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 ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ വേരിയബിൾസ് കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം വേരിയബിൾസ് ആണ്. നമ്മളുടെ കമ്പോണൻസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിലെ ആദ്യത്തെ കമ്പോണന്റ് ആണ് വേരിയബിൾ. വേരിയബിളിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. യൂഷ്വലി എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് പ്രോഫിറ്റ്, പ്രൈസ്, കോസ്റ്റ്, നാഷണൽ ഇൻകം ഒക്കെ. ഇതിനെല്ലാം ഓരോരോ വേർഡ്സ് ഉപയോഗിച്ച്, ഓരോരോ ലെറ്റേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓരോ സിമ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ലൈക്ക് പി ഫോർ പ്രൈസ്, പൈ ഫോർ പ്രോഫിറ്റ്, ആർ ഫോർ റവന്യൂ, സി ഫോർ കോസ്റ്റ്, വൈ ഫോർ നാഷണൽ ഇൻകം എക്സെട്ര. വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും. സ്വന്തമായിട്ട് വാല്യൂസ് എടുക്കുന്ന വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ച് ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾസ്. പിന്നെ ഇക്കണോമിക് മോഡലിന്റെ അകത്തുള്ള വേരിയബിൾസ് രണ്ട് ടൈപ്പ് ആണ്, എൻഡോജനസും എക്സോജനസും. ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന വേരിയബിൾസ് ആണ് എൻഡോജനസ്, വിത്തിൻ ദി സിസ്റ്റം. ആ വേർഡ് രണ്ടും ഓർത്തിരിക്കുക. എൻഡോജനസ് മീൻസ് വിത്തിൻ ദി സിസ്റ്റം, എക്സാമ്പിൾ ആണ് പ്രൈസ്. പിന്നെ എക്സോജനസ് മീൻസ് ഔട്ട്സൈഡ് ദി സിസ്റ്റം, മണി സപ്ലൈ. എക്സാമ്പിൾ മണി സപ്ലൈ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേരിയബിൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതിലേക്ക് പോവാം. അടുത്ത കമ്പോണന്റ് ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് വാല്യൂ ഡസന്റ് ചേഞ്ച്. വാല്യൂ അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ എങ്ങനെയാണോ അത് ആദ്യമേ ഉണ്ടായിരുന്നത് അവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് ദ ആന്റിതീസിസ് ഓഫ് എ വേരിയബിൾ. തീസിസ്, ആന്റിതീസിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഓപ്പോസിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ആന്റിതീസിസ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺസ്റ്റന്റ്. വേരിയബിൾ എപ്പോഴെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് എല്ലാ സാഹചര്യത്തിലും അത് തന്നെ ആയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ഒരു വേരിയബിളിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, ഇവിടെ 7 ആണ് എക്സാമ്പിൾ. 7 ഒരു കോൺസ്റ്റന്റ് ആണ്. 7ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? 7 നമ്മൾ എപ്പോ പറഞ്ഞാലും അതിനൊരു ഫിക്സഡ് വാല്യൂ ആണുള്ളത്. 7 എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുമ്പോൾ 1 2 3 4 5 6 7. അപ്പൊ ആ 7 ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ഒരു വേരിയബിളിനെയും ഒരുമിച്ച് 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് നിന്നു പോകും കേട്ടോ. അത് ഇങ്ങനെ ഒന്നും കൂടെ ലോഗിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ 7y എന്ന് എഴുതുവാണെന്ന് വിചാരിക്കുക. ഒരു കോൺസ്റ്റന്റിനെയും ഒരു വേരിയബിളിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഇതിൽ 7 ആണ് കോൺസ്റ്റന്റ്, y ആണ് വേരിയബിൾ. ഓക്കെ ആണോ? 7 ആണ് കോൺസ്റ്റന്റ്, y ആണ് വേരിയബിൾ. അപ്പൊ നമ്മള് ഈ 7നെ ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ ആയ y-യുടെ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ y എന്ന് പറയുന്ന വേരിയബിൾ ആണ്, 7 അതിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റും ഒരു വേരിയബിളും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിനെ നമ്മൾ ആ തന്നിരിക്കുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയാറുണ്ട്. When a constant is joined to a variable, it is often referred to as the coefficient of that variable. പിന്നെ constant will remain same in all situation. Examples of constant ആണ് value of pi 22/7 അല്ലെങ്കിൽ 3.14 ആണ്. പൈയുടെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഓൾവേസ് അത് 22/7 അല്ലെങ്കിൽ 3.14. അങ്ങനെ ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് എപ്പോഴും കിട്ടും. പിന്നെ വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആണ്. നമ്മൾ ലോഗരിതം പഠിക്കുമ്പോൾ പറയുന്ന ഒരുപാട് പ്രാവശ്യം പറയും ഇനെ പറ്റി. അപ്പം ഇയുടെ വാല്യൂ 2.718 ആണ്. 2.718 അതും ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, മുംതാസിന്റെ വീഡിയോ എനിക്ക് കാണത്തില്ല കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് പാരാമീറ്റർ. പാരാമീറ്റർ യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺസ്റ്റന്റ് ആൻഡ് എ പാരാമീറ്റർ.
യൂഷ്വലി പാരാമീറ്ററും കോൺസ്റ്റന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ സിറ്റുവേഷനിലും അതിന്റെ വാല്യൂ അത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ അതിനെ കൊണ്ടിട്ടാലും അതിന്റെ വാല്യൂ, ഇപ്പോ പൈയുടെ വാല്യൂ എപ്പോഴും 22/7 അല്ലെങ്കിൽ 3.14 ആയിരിക്കും. ഇയുടെ വാല്യൂ 2.71 ആയിരിക്കും എപ്പോഴും. പക്ഷെ പാരാമീറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സിറ്റുവേഷൻ മാറിയാൽ പാരാമീറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇപ്പൊ നമ്മളുടെ പരിഗണനയിലുള്ള സിറ്റുവേഷനിൽ മാത്രം പാരാമീറ്ററിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മാറ്റുവാണെങ്കിൽ പാരാമീറ്ററിന്റെ വാല്യൂവിൽ ചേഞ്ച് വരാം. അപ്പോ പാരാമീറ്റേഴ്സ് ആർ ദോസ് വാല്യൂസ് വിച്ച് റിമൈൻ സെയിം ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അപ്പം പാരാമീറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ അത് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ സിറ്റുവേഷൻ മാറുമ്പോൾ പാരാമീറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പാരാമീറ്ററിനെ യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ABC എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവയുടെ ഗ്രീക്ക് കൗണ്ടർ പാർട്സ് ആയ നമ്മളുടെ ആൽഫ, ബീറ്റ, ഗാമ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീക്ക് അതായത് നമ്മൾ സ്മോൾ ലെറ്റർ ABC, ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ ABCയുടെ ഗ്രീക്കിലുള്ള ലെറ്റേഴ്സ് ആണ് ആൽഫ, ബീറ്റ, ഗാമ. അപ്പം ആൽഫ, ബീറ്റ, ഗാമ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ABC ഉപയോഗിച്ചോ ആണ് നമ്മൾ പാരാമീറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റുള്ള സിമ്പിൾസ് ഉപയോഗിക്കാം, പക്ഷെ യൂഷ്വലി നമ്മൾ ആസ് പെർ കൺവെൻഷൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ, പാരാമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊരു എക്കണോമെട്രിക് മോഡൽ ആണ്. y ഈസ് ഈക്വൽ ടു, യൂഷ്വലി അത് yi ഈസ് ഈക്വൽ ടു β1 പ്ലസ് β2 xi പ്ലസ് ui. നിങ്ങൾ എക്കണോമെട്രിക്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? എല്ലാ കോളേജിലും എക്കണോമെട്രിക്സ് സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചോ? yi ഈക്വൽ ടു β1 പ്ലസ് β2 xi എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിപ്പിച്ചോ? പഠിപ്പിച്ചോ? എന്ത് ഇക്വേഷൻ ഇത്? കൺസംഷൻ ആണോ? ഇതൊരു സിമ്പിൾ ലീനിയർ എക്കണോമെട്രിക് ഫംഗ്ഷൻ ആണ്. yi ഈക്വൽ ടു β1 പ്ലസ് β2 xi പ്ലസ് ui. x എന്ന് പറയുന്നത് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. u എന്താ? ui എറർ ടേം ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ടേം, നോയിസ് ഒക്കെയാണ് എറർ ടേം. അപ്പോ ഇതില് β1ഉം β2 ആണ് പാരാമീറ്റേഴ്സ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയാം. എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, u എന്ന് പറയുന്നത് എറർ ടേം ആണ്, β1ഉം β2ഉം എന്താണ്? പാരാമീറ്റേഴ്സ് ആണ്. β1ഉം β2ഉം പാരാമീറ്റേഴ്സ് ആണ്. തന്നിരിക്കുന്ന സാഹചര്യത്തിൽ β1നും β2നും കിട്ടുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയം നമ്മൾ സിറ്റുവേഷൻ മാറ്റി വേറെ രണ്ട് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുവാണെങ്കിൽ β1ന്റെയും β2ന്റെയും വാല്യൂ മാറും. ഓക്കെ, β1ഉം β2 ആണ് പാരാമീറ്റേഴ്സ്. എക്കണോമെട്രിക് ഫംഗ്ഷനിലെ β1ഉം β2 ആണ് പാരാമീറ്റേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. β1 and β2 ആർ ദി പാരാമീറ്റേഴ്സ്. ഇതില് β2 എന്താണെന്ന് പഠിപ്പിച്ചോ? വാട്ട് ഇസ് β2? β2 എന്താന്ന് പഠിപ്പിച്ചോ? β2 സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. ഈ ഫംഗ്ഷനെ നമ്മൾ ഒരു ലീനിയർ ലൈൻ ആയിട്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന സ്ലോപ്പ് ആണ് നമ്മളുടെ β2. β1 എന്ന് പറയുന്നത് നമ്മൾ ഈ ഓട്ടോണോമസ് കൺസംഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഇന്റർസെപ്റ്റ് ആണ് β1. β2 എന്ന് പറയുന്നത് നമ്മളുടെ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. നിങ്ങൾ എക്കണോമെട്രിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ yi ഈക്വൽ ടു β1 പ്ലസ് β2 xi പ്ലസ് ui β1ഉം β2 ആണ് പാരാമീറ്റേഴ്സ്. ഇനി നമ്മൾ യൂഷ്വലി പാരാമീറ്റേഴ്സ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് ആവറേജ്. ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മീൻ മീഡിയൻ ഒക്കെയാണ് ആവറേജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സെട്ര ഓഫ് എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ അണ്ടർ കൺസിഡറേഷൻ ഇസ് എ പാരാമീറ്റർ. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ മാത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ മീൻ, മീഡിയൻ, മോഡ് ഒക്കെയും അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെയും പാരാമീറ്റർ ആണ്. അതേസമയം നമ്മൾ പോപ്പുലേഷനെ മാറ്റി കഴിഞ്ഞാൽ മറ്റേ പോപ്പുലേഷന്, അതായത് നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്യുന്ന പോപ്പുലേഷന് മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാണോ കൺസിഡർ ചെയ്യുന്നത്, ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സിറ്റുവേഷനിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതും
എന്നാൽ സിറ്റുവേഷൻ മാറുമ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതുമായ കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഓന്തിന്റെ സ്വഭാവമാണ് അപ്പൊ പാരാമീറ്റേഴ്സിന്. അവരുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് അവരുടെ വാല്യൂ മാറിക്കൊണ്ട് ഇരിക്കും. ഓക്കെ, മനസ്സിലായോ പാരാമീറ്റേഴ്സ്? പാരാമീറ്റേഴ്സ് മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ആണ്. അപ്പൊ ഈ മീറ്റിംഗ് ഇപ്പം എൻഡ് ആവും. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ, ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് അയക്കണേ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ഞാനിത് സ്റ്റോപ്പ് ചെയ്യാം. എടി ക്ലാസ് 8 മണിക്ക് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ വിളിക്കാം, നേരത്തെ തീരുവാണെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കത്തില്ല.